പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ വളരാൻ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ വിശ്വാസം പരിപോഷിപ്പിച്ചെടുക്കാൻ ഈശോ തരുന്ന ഈ അവസരത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. നമുക്ക് വേണ്ടി ഒത്തിരിയധികം പ്രാർത്ഥിക്കുന്ന, ഈശോയുടെ അടുത്ത് എപ്പോഴും നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ ഏറ്റുപറയാൻ, കർത്താവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു വലിയ ശുശ്രൂഷയുടെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയെ കൂടുതൽ അടുത്തറിയാനൊക്കെ ഈ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ അതൊരു വലിയ സന്തോഷം. നിങ്ങൾ എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിലുള്ള ഈ ബോധ്യം നമ്മുടെ വിശ്വാസം എത്ര അടിസ്ഥാനമുള്ളതാണെന്നും ആ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യതിചലിക്കാതെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നുണ്ടെന്നും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒത്തിരി സീരിയസ് ആക്കി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ക്രൈസ്തവ ജീവിതം ഏറ്റവും നന്നായിട്ട് നമുക്ക് ജീവിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലുള്ള, നമ്മൾ വായിച്ചിട്ടുള്ള വചനഭാഗങ്ങളിൽ നമ്മളൊരിക്കലും മറന്നുപോയിട്ടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട വിശ്വാസവുമായിട്ട് സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു എഴുത്താണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പത്രോസ് സ്ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനം. തോമസ് സ്ലിഹായും യോഹന്നാൻ സ്ലിഹായും ഒക്കെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈശോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പത്രോസ് സ്ലിഹ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ഈശോ വളരെ പേഴ്സണലായിട്ടാണ് തൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് ലോകം പറയുന്നത്? വളരെ വളരെ പർട്ടിക്കുലർലി, വളരെ പേഴ്സണലായിട്ടൊക്കെ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ പത്രോസ് സ്ലിഹയാണ് മറുപടി പറയുക, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ ഒരു വചനഭാഗം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. അന്ന് കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ്, 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈശോ അത്രയും പേഴ്സണലായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിശുമാരോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ മുറുകെ പിടിക്കുന്ന നമ്മളോടും ഈശോ ചോദിക്കുന്നുണ്ട്. ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ നിനക്ക് ആരാണ്? ജനം എന്ത് പറയുന്നു? നീ എന്ത് വായിച്ചു? നീ എന്ത് പഠിച്ചു? നമ്മൾ വായിച്ച കാര്യങ്ങൾക്കും നമ്മുടെ കേൾവിക്കും ഒക്കെ അപ്പുറമായിട്ട് പേഴ്സണലി നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിനക്ക് ഈശോ ആരാണ്? ഞാൻ നിനക്ക് ആരാണ്? ആ ഒരു ചോദ്യമാണ് നമ്മളെല്ലാം ഉത്തരം പറയുന്നത്. ആ ചോദ്യത്തിന് നല്ല ഉത്തരം പറയുന്നിടത്താണ് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുക. നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ പത്രോസ് സ്ലിഹായോടും മറ്റു ശിഷ്യന്മാരോടും ഒക്കെ ഈശോ ഈ ഒരു സിറ്റുവേഷൻ, ഈ ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈശോ ഈ ഒരു യഹൂദ മതത്തിൽ ആണ് ജനിച്ചത്. ഈശോയുടെ ശിഷ്യന്മാർ യഹൂദരായിരുന്നു. അവർക്ക് ഒരു ദൈവ വിശ്വാസം ഉണ്ടായിരുന്നു. ഏക സത്യദൈവമായ യഹോവ, പഴയ നിയമത്തിൽ പരിചയപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ തോറായിൽ അവർ പരിചയപ്പെട്ട ആ ദൈവം, അവരെ സൃഷ്ടിച്ച, അവരെ കാത്തുപരിപാലിച്ച, അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിച്ച, എപ്പോഴും കൂടെ നിൽക്കുന്ന, ഉടമ്പടി ചെയ്ത, അവരെ സ്വന്തമെന്ന് കണക്കാക്കിയ ഒരു ദൈവം, അതായിരുന്നു യഹൂദന് അവരുടെ ദൈവം. ഈ യഹൂദനായ തൻ്റെ ശിഷ്യന്മാരോടാണ് ഈശോ ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുക? കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ശിഷ്യന്മാർ പറയേണ്ട ഉത്തരം, ഇല്ലെങ്കിൽ നമ്മളും പറയേണ്ട ഉത്തരം അതാണ്, ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ച, ഞാൻ കേട്ടറിഞ്ഞ എൻ്റെ ഏക സത്യദൈവം, അതിനേക്കാളൊക്കെ മുകളിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ ദൈവം നീയാണ്, നീയല്ലാതെ എനിക്കൊരു ദൈവമില്ല എന്ന് വേണം നമ്മൾ ഈശോയുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ. ശിഷ്യന്മാരോട് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈശോ അതിന് മുൻപേ അതിനുശേഷവും ഒക്കെ ആയിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന, ഉപമകൾ പറയുന്ന ഒരു കഥാകാരനല്ല, ഞാൻ കുറേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വലിയ അമാനുഷികനല്ല, അതിനേക്കാളൊക്കെ മുകളിൽ, അതൊക്കെ വളരെ ചെറിയ കാര്യമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് തന്നെ ഈശോയുടെ മുമ്പ് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഈശോ ഡയറക്ട്ലി ഓപ്പണായിട്ടൊക്കെ ഞാൻ ദൈവമാണെന്ന് പറയുന്ന വായനകൾ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ചുരുക്കമായിരിക്കും. വളരെ സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമായിരിക്കാം നമ്മൾ കൂടുതലും ഈശോയുടെ ഒരു ഡിവൈൻ ക്ലെയിമുകൾ, ഞാൻ ദൈവമാണ് എന്ന് തൻ്റെ ജനത്തിന് മുമ്പിൽ, ഇസ്രായേലിന്റെ മുമ്പിൽ ഈശോ വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്രായേൽക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെയാണ് കൂടുതൽ കാണുക. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷങ്ങൾ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഈശോ ആ ജനത്തിന്റെ മുമ്പിൽ, തൻ്റെ വിശ്വസ്തരുടെ മുമ്പിൽ, തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ, ഇനി ഈശോയെ എതിരിട്ട, ഈശോയുടെ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത, അവനെ കല്ലെറിയാൻ ശ്രമിച്ച ആ ശത്രുക്കളുടെ മുമ്പിൽ പോലും ഈശോ തന്നെ അവതരിപ്പിച്ചത് ദൈവമായിട്ട് തന്നെയാണ്. എന്താണ് നമ്മൾ പറയുക?
ദി യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ആ ഒരു വ്യതിരിക്തത അവരുടെ മുമ്പിൽ ഈശോ അവതരിപ്പിച്ചത് ഒരു മോറൽ ടീച്ചറായിട്ട്, ഒരു റിലീജിയസ് ലീഡറായിട്ട്, അല്പസമയത്തേക്ക് വഴി കാണിക്കുന്ന ഒരു മത നേതാവായിട്ടല്ല. ഈശോ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞാൻ ദൈവമാണ് എന്ന് തന്നെയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, ക്രിസ്തുമതം ഒരിക്കലും കുറേയധികം ഐഡിയകൾ, കുറേയധികം ബോധ്യങ്ങൾ, കുറേയധികം തത്വചിന്തകളുടെ ഒരു സമാഹാരമല്ല. ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്, ക്രിസ്തുവിലുള്ള അവൻ്റെ ജനത്തിൻ്റെ വിശ്വാസമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ കളക്ഷൻ ഓഫ് ഐഡിയാസ് ബട്ട് അബൌട്ട് എ പേഴ്സൺ. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പായൊക്കെ പറയുന്നതാണ്. കുറേയധികം ഐഡിയകൾ സമാഹരിച്ചു വെക്കുന്നതല്ല ക്രിസ്തുമതം, പകരം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. ക്രിസ്തു എന്ന വ്യക്തിയിൽ ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതം. ഇപ്പം നമ്മൾ ഈ ശിഷ്യന്മാരോട്, പ്രത്യേകിച്ച് പത്രോസ്ലീഹയോട് ഈ ചോദ്യം ചോദിക്കുമ്പോഴും അതിന് മുന്നും പിന്നെയൊക്കെ ആയിട്ട് മുമ്പേ പറഞ്ഞതുപോലെ ഈശോ തന്നെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് താൻ ദൈവമാണ് എന്ന് തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ കുറച്ച് വചനങ്ങൾ, കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് യഹൂദരായിരുന്ന ഈ ശിഷ്യ സമൂഹത്തിന് മുമ്പിൽ, യഹൂദരായിരുന്ന ആ ഒരു കൂട്ടായ്മയുടെ മുമ്പിൽ ഈശോ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയ, അത് തെളിയിച്ചു കൊടുത്ത, അല്ലെങ്കിൽ അത് ആ ചുറ്റും നിന്ന ജനത്തിനത് ബോധ്യപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനും പഠിക്കാനും ഒക്കെ പോവുക. ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈശോയെ നമ്മൾ ദൈവമായിട്ട് മനസ്സിലാക്കേണ്ടതും, അന്നത്തെ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ ജനം അത് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു, ശിഷ്യന്മാരത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും തോമസ് സ്ലീഹയും ഒക്കെ അത് ദൈവമാണത്, കർത്താവാണെന്ന് ഏറ്റു പറയാനുണ്ടായ സാഹചര്യം അവർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. അതേ ഉറപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ഒരു കുറച്ച് സംഭവങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈശോ തൻ്റെ മുമ്പിൽ വന്നിരുന്ന ഒത്തിരി രോഗികളെ സൗഖ്യപ്പെടുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഈ ഒരു ഈശോയുടെ ഡിവിനിറ്റി, ഈശോയുടെ ദൈവത്വവുമായിട്ടൊന്ന് ചേർത്ത് നമ്മളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. ഈശോയുടെ മുമ്പിൽ ഒത്തിരി രോഗികൾ വന്നിരുന്നു. കുറേ പേര് തന്നെ വന്നു, കുറച്ച് പേരുടെ അടുത്തേക്ക് ഈശോ ചെന്നു, കുറച്ച് രോഗികളെ മറ്റുള്ളവർ കൊണ്ടുവന്നു. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈശോ സൗഖ്യപ്പെടുത്തുന്ന ഒരു രീതി. ഈശോ അവരോട് കൈനീട്ടുക എന്ന് പറയുകയോ, കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറയുകയോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയോ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ തൻ്റെ മുമ്പിൽ വരുന്ന രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അവരോട് പറയുന്നുണ്ട്, ഐ ഫൊർഗീവ് യു, നിന്റെ പാപം ഞാൻ ക്ഷമിക്കുന്നു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുക. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സൗഖ്യപ്പെടുക. ഈശോ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബിഷപ്പ്ക്കാരന്, ഒരു സൗഖ്യദായകന്, ഒരു അത്ഭുത പ്രവർത്തകന് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യാം. യഹൂദ നാട്ടിലുള്ള ഏതൊരു അത്ഭുത പ്രവർത്തകനും ഇത് ചെയ്യാം. അയാളെ സൗഖ്യപ്പെടുത്താം, അയാൾക്ക് രോഗസൗഖ്യങ്ങൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കാം. പക്ഷേ യഹൂദര്, ഈശോയുടെ ചുറ്റും നിന്ന മനുഷ്യർ, അവരിത് കണ്ടിട്ട് കയ്യടിക്കുകയല്ല ചെയ്തത്, പകരം ഈശോയെ കൊന്നുകളയാനും അവനെതിരെ ദൈവദൂഷണം ആരോപിക്കാനും ഈ ഒരു അത്ഭുതങ്ങൾ കാരണമായി. എന്താ അതിൻ്റെ പിന്നമ്പുറത്ത് കിടക്കുന്ന കാര്യം? ഈശോ സൗഖ്യപ്പെടുത്തുന്നത് അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. കാരണം അങ്ങനെ സൗഖ്യപ്പെടുത്തുന്ന ഒത്തിരി അത്ഭുത പ്രവർത്തകർ ആ നാട്ടിലുണ്ടായിരുന്നു. ഈശോ ചെയ്തൊരു പ്രവൃത്തി അവരെ ചൊടിപ്പിച്ചു, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നു. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ് ജനത്തിന്റെ പാപം പുറത്തു കൊടുക്കുക എന്നുള്ളത്. അവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമാണ്. പക്ഷെ ഇതാ ഈശോ എന്നൊരു വ്യക്തി അവിടെ നിന്നിട്ട് പറയുന്നു, നിന്റെ പാപം ഞാൻ ക്ഷമിക്കുന്നു. ഇത് കണ്ട് ചുറ്റും നിന്ന ജനത്തിന് അത്ര വലിയ ദേഷ്യമാണ് വരുന്നത്. കാരണം യഹോവ ഏക സത്യ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന, ആ ദൈവത്തിന് മാത്രമേ ക്ഷമിക്കാനുള്ള അധികാരമുള്ളെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ജനത്തിന്റെ മുമ്പിലാണ് ഈശോ മനുഷ്യരുടെ പാപം ക്ഷമിക്കുന്നത്. ഒരു വെറും അത്ഭുതം പ്രവർത്തിക്കായിരുന്നില്ല, ഈ ജനത്തിന് മുമ്പിൽ ഈശോ അവതരിപ്പിക്കായിരുന്നു, തന്നെ റിവീൽ ചെയ്ത് കൊടുക്കായിരുന്നു, വെളിപ്പെടുത്തുകയായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന് പാപം ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. ആ വിശ്വസിക്കേണ്ട ദൈവം, ആ ദൈവം ഞാൻ തന്നെയാണ്. ഐ ആം ദാറ്റ് ഗോഡ്. നിങ്ങൾ വിശുദ്ധ വചനത്തിൽ വായിച്ച തോറായിൽ കണ്ട, നിങ്ങൾ ഇത്രകാലം പാരമ്പര്യമായി ആരാധിച്ചുകൊണ്ടിരുന്ന ആ ദൈവം ഞാൻ തന്നെയാണെന്നുള്ള ഒരു ഹെവി ഡിവൈൻ ക്ലെയിം ഈശോ നടത്തുകയായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20-21 വാക്യങ്ങൾ നമുക്കൊന്ന് എടുക്കാം. ഈശോ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. ഒരു തളർവാദ രോഗിയെ കുറച്ചുപേര് കൂടെ വീടിൻ്റെ മച്ച് തുളച്ച് ഇറക്കുന്ന ഒരു സംഭവമാണ്. 20-ാം വാക്യം, അവരുടെ വിശ്വാസം കണ്ടവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഈശോ അവരുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വിശ്വാസത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രോഗിയായ മനുഷ്യനോട് പറയുന്നത് എഴുന്നേറ്റ് പൊക്കോളാനല്ല,
പകരം എന്താണ്? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു ഡിവൈൻ ക്ലെയിം ആണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യം നമ്മളിങ്ങനെ വായിക്കുക, 21-ാം വാക്യം. നിയമജ്ഞരും ഫരിസേയരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവൻ ആരാണ്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുക? അവരുടെ ആ ചിന്ത ശരിയാണ്. ഇതെന്തൊരു ദൈവദൂഷണമാണ്. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ ഉറപ്പുള്ള യഹൂദ പാരമ്പര്യം അനുസരിച്ച് ദൈവത്തിനല്ലാതെ ആർക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഈശോ ഈ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നതോടുകൂടി, അവന്റെ പാപങ്ങൾ ക്ഷമിച്ചവനെ സൗഖ്യപ്പെടുന്നതോടുകൂടി ഈശോ നിയമജ്ഞരുടെ മുമ്പിൽ, പരിസരയുടെ മുമ്പിൽ, ചുറ്റും നിൽക്കുന്ന ജനത്തിന്റെ മുമ്പിൽ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ വെറുതെ ഒരു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ഒരു അത്ഭുത പ്രവർത്തനമല്ല, ഒരു വെറും ഹീലർ അല്ല. ഐ എം ഗോഡ്. ഞാൻ ദൈവമാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് സമ്മതിക്കുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ദൈവമാണ്. ഈശോ ഒരു സാധാരണക്കാരനല്ലെന്ന്, ഈശോ ഒരു ചുമ്മാ അത്ഭുത പ്രവർത്തനമല്ലെന്ന്, ഒരു കഥ പറച്ചിലുകാരനല്ലെന്ന് ജനത്തിന്റെ മുമ്പിലേക്ക് തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തി കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളും ഈശോയുടെ മുമ്പിൽ പോയി നിന്ന് ആരാധിക്കുന്നത്, ഈശോയെ ഇവിടെ ചേർന്ന് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്കെൻ്റെ ഈശോ മാത്രം മതിയെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം ഈശോ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടല്ല, ഈശോ രോഗസൗഖ്യപ്പെടുത്തിയത് കൊണ്ടല്ല, ഈശോ നമുക്ക് കഥകളോ ഉപദേശങ്ങളോ തന്നതുകൊണ്ടല്ല, ഈശോ നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം പോലുമല്ല. അതിനേക്കാൾ അപ്പുറമായി വി പ്രൊക്ലെയിം, നമ്മൾ ഈ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, ഈശോയെ നീ എൻ്റെ ദൈവമാണ്, നീ അല്ലാതെ മറ്റൊരാൾക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തളർവാദ രോഗിയുടെ കാര്യത്തിൽ മാത്രമല്ല, വളരെ പേഴ്സണലായിട്ട് നമ്മുടെ ലൈഫിലോട്ട് ചിന്തിക്കുക, ഈശോയ്ക്കല്ലാതെ നമ്മുടെ ഈ തെറ്റുകൾ ആർക്ക് ക്ഷമിക്കാൻ പറ്റും? ഒന്നാമത്തെ ഒരു വലിയ തെളിവായിട്ട് ഈശോയുടെ ഒരു ഡിവിനിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമായിട്ട് നമ്മൾ കാണേണ്ടതാണ്, അവൻ പാപങ്ങൾ ക്ഷമിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈശോയുടെ ശത്രുക്കളെ ഒത്തിരിയധികം ചൊടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈശോ തന്നെ അവരുടെ മുമ്പിൽ തൻ്റെ ദൈവത്വം അവതരിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ മലയിലെ പ്രസംഗം. നമ്മൾ ഒരു 5, 6, 7 അധ്യായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും. 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങളൊക്കെ പ്രധാനമായിട്ടും 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ ഒത്തിരി ടീച്ചിങ്സ് കാണുന്നുണ്ട്. ആ ടീച്ചിങ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈശോ എങ്ങനെ പഠിപ്പിച്ചു എന്ന് പിന്നീട് അവർ പറയുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. ഈശോ എടുത്തു പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചേ. പഴയ നിയമത്തിൽ ദൈവം സീനായി ഉടമ്പടി വഴി ദൈവജനത്തിന് മോശയിലൂടെ കൊടുത്ത കൽപ്പനകളെ കോട്ട് ചെയ്തുകൊണ്ടാണ്, അതിനെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈശോ മലയിലിരുന്ന് പഠിപ്പിക്കുന്നത്. ഈ ഇരുന്ന് പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇരുന്ന് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അധികാരത്തിന്റെ അടയാളമാണ്. മോശ ഇരുന്ന് പഠിപ്പിച്ചു, സിംഹാസനത്തിൽ ഇരിക്കുന്നു, അധികാരത്തിന്റെ അടയാളമാണ്. മലമുകളിൽ അവൻ ഇരുന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈശോയുടെ ഒരു അതോറിറ്റിയെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് അതോറിറ്റി, എന്ത് അധികാരത്തോടെയാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, പഴയ നിയമത്തിൽ യഹൂദജനം കേട്ടിട്ടുള്ള തോറായിൽ ദൈവത്തിന്റെ കൽപ്പന, ദൈവം എഴുതിക്കൊടുത്ത ആ നിയമത്തെ കോട്ട് ചെയ്തോണ്ട് ഈശോ പറയാണ്, നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, കൊല്ലരുത്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, എവിടെ കേട്ടിട്ടുണ്ട്? 10 കൽപ്പനകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വ്യഭിചാരം ചെയ്യരുത്, എവിടെ കേട്ടിട്ടുണ്ട്? നിങ്ങൾ ഈ കൽപ്പനകളിൽ കേട്ടിട്ടുണ്ട്. ആ കൽപ്പനകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശോ പറയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയും, നൗ ഐ സേ ടു യു. അതായത് ദൈവം പറഞ്ഞ, യഹൂദർ വിശ്വസിച്ച ആ ദൈവം പറഞ്ഞൊരു കാര്യത്തെ തെറ്റിക്കുകയല്ല, തിരുത്തുകയല്ല, അതിൻ്റെ വ്യാഖ്യാനം കൊടുത്ത് അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ പുതിയൊരു സൗന്ദര്യത്തിലേക്ക് ഈശോ പഠനം കൊടുക്കുകയാണ്. അതും അധികാരത്തോടെ. എന്തധികാരത്തോടെ? ദൈവം പഠിപ്പിച്ച കാര്യങ്ങളെ ഇതാ ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ദൈവീകമായ ഒരു ഡിവൈൻ അതോറിറ്റിയോട് കൂടിയാണ് ഈശോ പഠിപ്പിക്കുന്നത്. നമ്മൾ വായിക്കുന്നില്ലേ, ഈശോ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈശോ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചുമ്മാ പഠിപ്പിക്കുകയല്ല, ഏതോ ഒരു ടീച്ചറിനെ പോലെ പഠിപ്പിക്കുകയല്ല, ഏതോ ഒരു ധാർമ്മിക ഗുരുവിനെ പോലെ പഠിപ്പിച്ചു തരുകയല്ല. അവൻ പഠിപ്പിച്ചത് അധികാരത്തോടു കൂടിയാണ്. 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 28-ാമത്തെ വാക്യം, യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. നിയമജ്ഞര് പഠിപ്പിച്ചു, അവർക്കൊരു അതോറിറ്റി ഉണ്ട് അല്ലേ, അവർ പഠിപ്പിക്കണമെങ്കിൽ അവർക്കൊരു ടീച്ചിങ് അതോറിറ്റി ഉണ്ട്. പക്ഷെ നിയമജ്ഞരുടെ അധികാരത്തിൽ നിന്നും ഈശോയുടെ അധികാരം വ്യത്യാസമായിട്ട് നിൽക്കുന്നത് എന്നറിയോ? ഈശോ പഠിപ്പിച്ചത് ഒരു ടീച്ചറിന്റെ അതോറിറ്റിയോടുകൂടിയല്ല, ഒരു ധാർമ്മിക ഗുരുവിന്റെ അതോറിറ്റിയോടുകൂടിയല്ല. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ യഹൂദര് തോറായിൽ അവരുടെ നിയമത്തിൽ വായിച്ച ദൈവത്തിന്റെ കൽപ്പനകളെയാണ് പഠിപ്പിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശോ ഉപയോഗിച്ച അതോറിറ്റി ഡിവൈൻ അതോറിറ്റിയാണ്. ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അവരെ പഠിപ്പിച്ചത്. സോ ഈശോ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന പാപങ്ങൾ ക്ഷമിക്കുന്നതിലൂടെ ആ ജനത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ദൈവമാണ്. ദൈവം പഠിപ്പിച്ച കാര്യങ്ങളെന്ന് അവർക്ക് ബോധ്യമുള്ള
കാര്യങ്ങളെ അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനത്തിലേക്ക്, അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് ജീവിതവുമായിട്ട് ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തോട് ചേർത്ത് ചിന്തിച്ച് അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരും പറയുന്നു അവൻ അധികാരത്തോടു കൂടെ പഠിപ്പിക്കുന്നു. നിയമജ്ഞരുടെ അധികാരത്തോടെയല്ല, ദൈവം പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈശോ അവർക്ക് മുമ്പിൽ പറഞ്ഞവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്: ഐ എം ഗോഡ്. ഞാൻ നിങ്ങളെ ചുമ്മാ പഠിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളെ അധികാരത്തോടുകൂടി പഠിപ്പിക്കുകയാണ്. എന്ത് അധികാരത്തോടെ? ഡിവൈൻ അതോറിറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങളനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഓർക്കണം, ഈശോ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് ചെറിയൊരു അധികാരത്തോടു കൂടിയല്ല, ദൈവമായി അവൻ പഠിപ്പിച്ചു. ഈ വായിക്കുന്ന വചനത്തെ നമ്മൾ ദൈവവചനം എന്ന് വായിക്കുന്നുണ്ടെങ്കിൽ, എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മളത് പ്രൊക്ലെയിം ചെയ്യാണ്: ഈശോയെ, ഞാനിത് വായിക്കുന്നത് ഏതോ ഒരു പുസ്തകം പോലെയല്ല, ഏതോ ഒരു മതത്തിൻ്റെ ഗ്രന്ഥമായിട്ടല്ല, ഏതോ മതത്തിൻ്റെ നിയമങ്ങൾ വായിക്കുകയല്ല, അതിലെ സംഭവങ്ങളോ അതിലെ വ്യക്തികളെക്കുറിച്ച് വായിക്കുകയല്ല. എൻ്റെ ദൈവത്തിൻ്റെ വചനം, അതോറിറ്റിയുള്ള, അധികാരമുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ആ വിശ്വാസം നമ്മൾ ഈശോയുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്: എന്നെ പഠിപ്പിച്ച നീ എൻ്റെ ദൈവമാണ്, എന്നോട് ക്ഷമിച്ച നീ എൻ്റെ ദൈവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോ തൻ്റെ ചില പ്രവൃത്തികളിലൂടെ, ചില വാക്കുകളിലൂടെ ഈ യഹൂദരുടെ മുമ്പിൽ താൻ ദൈവമാണെന്ന് ദൈവത്തോട് അത്ര അടുത്ത് തുലനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്: ഐ എം ഈക്വൽ ടു ഗോഡ്. നിങ്ങൾ വിശ്വസിച്ച ആ ദൈവം തന്നെയാണ് ഞാൻ എന്ന് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഞാനും ആ ദൈവവും, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവവും ഒന്നാണ്, രണ്ടല്ല എന്ന് ഈശോ അവതരിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചുറ്റും നിന്നിരുന്ന യഹൂദജനത്തെ, പ്രത്യേകിച്ച് സ്ട്രോങ് ആയിട്ടുള്ള, ഒത്തിരി പാരമ്പര്യത്തിൽ വിശ്വസിച്ച, ഒത്തിരി മുറുകെ വിശ്വസിച്ച ആ ആളുകളെ ഒത്തിരിയധികം ദേഷ്യപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം. നമുക്ക് ആ വചനഭാഗം ഒന്ന് എടുക്കാം. ജോൺ ചാപ്റ്റർ 10, യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം, അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, ഞാനും പിതാവും ഒന്നാണ്. കുഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ ഇത് സംഭവിച്ചതിൻ്റെ റിസൾട്ട് സംഭവിച്ചെന്നാണെന്നറിയോ? 31-ാം വാക്യം, യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. ഈശോ ഇങ്ങനെ ഒത്തിരി തവണ ഇങ്ങനെ കല്ലേറ് കൊള്ളുന്ന സംഭവങ്ങൾ കാണുന്നുണ്ട്. കല്ലെറിയാൻ വേണ്ടി ജനം ചുറ്റും നിൽക്കുന്നവർ തയ്യാറാവുന്ന സമയം നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കല്ലേറിൻ്റെ പ്ലാനുകൾക്ക് പിന്നിലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈശോ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നത്. ഓരോ അനുഭവങ്ങളും, ഓരോ സംഭവങ്ങളും, പ്രത്യേകിച്ച് ഇതാ ഈശോ എടുത്തു പറയാണ്: ഞാനും പിതാവും ഒന്നാണ്. കേട്ടിരിക്കുന്ന യഹൂദർക്ക് ഇതിലും വലിയ ദൈവദൂഷണം വേറെ ഇല്ല. അവൻ തന്നെ ദൈവമായിട്ട് തുല്യത കൽപ്പിച്ച് പറയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു ഈശോയുടെ മേൽ അവർക്ക് കുറ്റം ആരോപിക്കാൻ വേണ്ടി ഈശോ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കല്ല. പകരം അവർക്കൊരു ബോധ്യം കൊടുക്കുകയാണ്: ഞാൻ ദൈവം തന്നെയാണ്, നിങ്ങളിത് വിശ്വസിക്കണം എന്ന് ഈശോ അവരുടെ മുമ്പിലേക്ക് ഈ ഓരോ സംഭവങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനും പിതാവും ഒന്നാണ്. നിങ്ങൾ ദൈവമായി കാണുന്ന, നിങ്ങളുടെ പിതാവായിരിക്കുന്ന ആ ദൈവവും ഞാനും ഒന്നാണ്. ഫിലിപ്പോസിനോടൊക്കെ പിന്നീട് പറഞ്ഞു കൊടുക്കുന്നില്ലേ: എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ ഈ 10-ാമത്തെ അധ്യായം 30 മുതലുള്ള വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഈശോ അവരോട് പിന്നെ ഇവർ ഈ കല്ലൊക്കെ എടുത്ത് എറിയാൻ വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്: ഞാൻ എന്നാ നല്ല പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ കല്ലെറിയുന്നത്? അവർ വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഉത്തരം പറയുന്നുണ്ട്: നീ ചെയ്ത എന്തെങ്കിലും നല്ല പ്രവൃത്തികളോ അതിൻ്റെ ചീത്ത പ്രവൃത്തികളുടെയോ കാര്യത്തിലല്ല, നീ ദൈവദൂഷണം പറയുന്നു, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ 32-ാം വാക്യം, ഈശോ അവരോട് ചോദിച്ചു: പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. എന്ന് വെച്ചാൽ പിതാവ് ചെയ്യേണ്ട പ്രവൃത്തികൾ, പിതാവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു: ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. ഈശോയുടെ കുരിശാരോഹണത്തിനും ഈശോയുടെ പീഡാസഹനത്തിനും ഈശോ ഈ ഒരു ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടല്ല, ടീച്ചിങ്സ് നടത്തിയത് കൊണ്ടല്ല. പല ഗൂഢാലോചനകൾ ഈശോയ്ക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ അവരുടെ മുമ്പിലുള്ള ഈശോയെ കൊന്നുകളയാൻ, കല്ലെറിയാനോ കുരിശിൽ കയറ്റാനോ ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ തന്നെ അത് എടുത്തു പറയാണ്: ഇവൻ മനുഷ്യനായിരിക്കെ തന്നെ ദൈവമാക്കി പ്രതിഷ്ഠിക്കുന്നു. ഈശോ കാണിച്ചു കൊടുത്തതാണ്, അറിഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തതാണ്. ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ, നിങ്ങൾ കാണുന്നത് പോലെ ഒരു സാധാ മനുഷ്യനല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിശ്വാസം നമ്മൾ സ്ട്രോങ് ആയിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യം വീണ്ടും പറയുന്നു: ഈശോ എൻ്റെ ദൈവമാണെന്ന് പ്രഖ്യാപിക്കണം. ആ യഹൂദ ജനത്തിന് അവർക്ക് ഈശോ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വചനമൊക്കെ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ബോധ്യങ്ങളൊക്കെ കിട്ടുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഒരു തരത്തിലുള്ളൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. കാരണം അന്ന് ശത്രുക്കൾക്ക് പോലും മനസ്സിലായി ഹീസ് ക്ലെയിമിങ് ടു ബി ഡിവൈൻ, ഇല്ലെങ്കിൽ ഹീ ഈസ് ഡിവൈൻ.
അവൻ ദൈവത്വം തൻ്റെ മേൽ തന്നെ ഏറ്റെടുക്കുന്നു, അവൻ തന്നെ തന്നെ ദൈവമാക്കുന്നു. ശത്രുക്കൾക്ക് പോലും അങ്ങനെ തോന്നി. അങ്ങനെയെങ്കിൽ ഈശോയോട് ചേർന്നേക്ക് നമുക്കിത് വളരെ വളരെ വിശ്വാസത്തോടെ ഇത് സ്വീകരിക്കണം. യെസ്, എൻ്റെ ദൈവമാണ്. പണ്ട് പത്രോസ് സ്ലീഹ പറഞ്ഞത്, യോഹന്നാൻ സ്ലീഹ പറഞ്ഞത്, തോമാസ് സ്ലീഹ പറഞ്ഞത് ദൈവമാണ്, അത് കർത്താവാണ്, എൻ്റെ ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, പാരമ്പര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈശോ അവരെ വീണ്ടും ചൊടിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബിഫോർ എബ്രഹാം വാസ് ഐ ആം. അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട് എന്നുള്ള മലയാളം ട്രാൻസ്ലേഷൻ അല്ല നമ്മളത് കാണേണ്ടത്. പകരം അബ്രഹാമിന്റെ മുമ്പിലും ഐ ആം, ഞാനാണ്. യഹൂദരെ അത് വളരെയധികം ദേഷ്യപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ഈ ഐ ആം, ഞാനാണ് എന്ന് പറയാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, മോശയെ വിളിക്കുന്ന സമയത്ത്, പേര് ചോദിക്കുന്ന സമയത്ത് ഐ ആം, ഞാൻ ആകുന്നവനാകുന്നു, ഐ ആം. യഹൂദരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഐ ആം ക്ലെയിം, ഞാനാകുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ, അത് അങ്ങനെ പറയുന്നത് പോലും ദൈവദോഷമാണ്. ദൈവത്തിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈശോ അത് അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ ഗണ്ണിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, അവരുടെ പാരമ്പര്യങ്ങളെ മുഴുവനും കൂടെ ഒരു പൊടിച്ചു കളഞ്ഞുകൊണ്ട് അവരോട് പറയാണ്, അബ്രഹാമിന് മുമ്പും ഞാനാണ്. എന്ന് വെച്ചാൽ അബ്രഹാം പോലും ദൈവമായി കണ്ട ആ ദൈവം ഞാൻ തന്നെയാണ്. ഇതാണ് ആ യഹൂദ മനസ്സിന്റെ മുമ്പിലേക്ക്, യഹൂദ വിശ്വാസത്തിന്റെ മുമ്പിലേക്ക് ഈശോ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഡയറക്റ്റ് ആയിട്ട് ഞാൻ ദൈവമാണെന്ന് പറയല്ല. യഹൂദർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവരുടെ ചിന്തകൾക്ക് പെട്ടെന്ന് പിടികിട്ടുന്ന രീതിയിലാണ് ഈശോ അതെല്ലാം അവതരിപ്പിച്ചത്. ആൻഡ് അവർക്കത് മനസ്സിലായതുകൊണ്ടാണ് അവർ കല്ലെറിയാനും ഈശോയുടെ മേൽ ആരോപണങ്ങൾ കൊണ്ടുവരാനും ഈശോയെ കുരിശിലേക്ക് കയറ്റാനും ഒക്കെ അവരിങ്ങനെ വെമ്പൽ കൊള്ളുന്നത്. നമുക്ക് പക്ഷേ ഇത് അങ്ങ് മനസ്സിലാകുന്നില്ലെങ്കിൽ, നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോ ഇനി എന്ത് തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്? അവൻ്റെ ജീവനും മരണവും ഒക്കെ കാണിച്ചു തന്നിട്ട്, എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കാണിച്ചു തന്നതും എല്ലാം ഈ ഒരു വിശ്വാസം നിറയാൻ വേണ്ടിയിട്ടാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷമൊക്കെ നിങ്ങൾ ആഴത്തിൽ പഠിക്കുമ്പോൾ അറിയാം, ഒരു 7 തവണയോളം ഈശോ ഇങ്ങനെ അയാം, ഞാൻ ആകുന്നു, അതായത് ആ ഒരു ഡിവൈൻ ക്ലെയിം ഈശോ ഇങ്ങനെ ഏറ്റെടുത്ത് പറയുന്നുണ്ട് പല സാഹചര്യങ്ങളിൽ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഇപ്പം നമ്മൾ വായിച്ച വചനഭാഗം, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 53-ാമത്തെ വാക്യമാണ്. യഹൂദരിങ്ങനെ ചോദിക്കുന്നുണ്ട്, അബ്രഹാമിനേക്കാൾ വലിയവനാണോ എന്ന്. ഈശോ പറയുന്നുണ്ട്, ഞാനാണ്. റിസൾട്ട് എന്താ സംഭവിക്കുക? 58-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്, അയാം. 59-ാം വാക്യം, അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു, എന്നാൽ ഈശോ അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ഈശോ ചെയ്ത എല്ലാ കാര്യങ്ങളും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായം 61 മുതലുള്ള വാക്യങ്ങൾ, ഇവിടെ എല്ലാം ഈശോയുടെ മേൽ അവർ ആരോപിക്കുന്നത് ദൈവദൂഷണം എന്നൊരു കുറ്റമാണ്. അവൻ തന്നെ തന്നെ ദൈവമാക്കി മാറ്റിയെന്ന്. ശരിക്കും നമ്മളത് മറ്റൊരു ആംഗിളിൽ നിന്ന് ചിന്തിക്കണം. ഈശോ തന്നെ തന്നെ ദൈവമാക്കി മാറ്റി എന്തോ ഇല്ലാത്തതൊന്ന് ക്ലെയിം ചെയ്തെടുക്കുകയല്ല, പക്ഷെ അവരുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ ആരാധിക്കേണ്ട ദൈവം ഞാനാണ് എന്ന് ഈശോ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഇതൊന്ന് അവസാനിപ്പിക്കുകയാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് യഹൂദരായ ശിഷ്യന്മാരാണ്, അവർ ഈശോയെ ആരാധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ഈശോ കടലിനെ ശാന്തമാക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിന് മീതെ നടക്കുന്ന ആ ഒരു സംഭവത്തിൽ 33-ാം വാക്യം, വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ദൈവപുത്രനെന്ന് പറഞ്ഞത്? അവനെ ആരാധിച്ചുകൊണ്ട്. ഓർക്കണം, യഹൂദന് ആരാധിക്കുന്നത് ഒരാളെ മാത്രമാണ്, ദൈവത്തെ മാത്രമാണ്. അവർ ഈശോയെ ആരാധിച്ചു. ദാറ്റ് മീൻസ് അവർക്ക് മനസ്സിലായി ഇത് ദൈവമാണ്. സുവിശേഷം അവസാനിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാമത്തെ വാക്യം, അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. യഹൂദരായ ശിഷ്യന്മാരാണ്, അവർ ഈശോയെ ആരാധിച്ചു. നമുക്ക് ആ ആരാധിക്കുന്ന സമയത്ത് ഈശോ അവരോട് വേണ്ട എന്ന് പറയുന്നില്ല. തന്നെ രാജാവാക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ ഈശോ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ തന്നെ ദൈവമായി കണ്ട് അടുത്ത് നിന്ന് ആരാധിച്ച തൻ്റെ ശിഷ്യന്മാരെ അവൻ തടയുന്നില്ല. വെള്ളത്തിന് മീതെ നടന്ന് അവരുടെ അടുത്ത് വരുമ്പോൾ അവർ അവനെ ആരാധിച്ചു. ഈശോ ഉദ്ധാനം ചെയ്ത് പോകുമ്പോൾ അവർ അവനെ ആരാധിച്ചു. ഈശോ തടഞ്ഞില്ല. കാരണം ഈശോയ്ക്ക് സന്തോഷമായിരുന്നു എന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ 3 വർഷം നടന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഞാൻ ദൈവമാണെന്ന് മനസ്സിലായി. ഈശോ ഇന്ന് നമ്മുടെ മുമ്പിലും അവതരിപ്പിക്കാൻ ശ്രമിച്ചതും എല്ലാം അത് തന്നെയാണ്. ഓരോ വചനത്തിലൂടെയും ഓരോ കൂദാശകളിലൂടെയും ഈശോ നമ്മളോട് പറയാണ്, യു ബിലീവ് ഐ എം യുവർ ഗോഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചോദ്യം കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ചോദിച്ച അതേ ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഉത്തരം നമുക്ക് കൊടുക്കണം. ഈശോയെ, ഐ ബിലീവ് യു ആർ മൈ ഗോഡ്.
നീ എൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ മാത്രം ആരാധിക്കും. യഹൂദർക്ക്, ശത്രുക്കൾക്ക് പോലും മനസ്സിലായ ഒരു കാര്യം അങ്ങയുടെ പ്രിയപ്പെട്ട മകളായ എനിക്ക് മനസ്സിലാകുന്നു. ഞാനത് ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിലുള്ള വിശ്വാസം നമ്മൾ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.